ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ എൻ്റയർ ഗ്യാസ് സെക്ടറിലെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലെല്ലാം വളരെ നല്ല ഒരു പ്രൈസ് ഹൈക്ക് കാണാൻ സാധിച്ചു. അതിൻ്റെ പിന്നിലെ റീസൺ ഗ്യാസ് റെഗുലേറ്ററി ബോഡിയുടെ അല്ലെങ്കിൽ PNGRB പെട്രോൾ ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോഡിയുടെ ഒരു സുപ്രധാനമായ തീരുമാനമാണ്. ഈ തീരുമാനത്തിൻ്റെ ബേസിൽ ഏതൊക്കെ കമ്പനികൾക്കാണ് ഇതിൻ്റെ ഷോർട്ട് ടൈം ബെനിഫിറ്റ് കിട്ടുക, ഏതൊക്കെ കമ്പനികൾക്കാണ് ഇതിൻ്റെ ലോങ് ടൈം ബെനിഫിറ്റ് കിട്ടുക, അതോടൊപ്പം തന്നെ ഏതൊക്കെ സ്റ്റോക്കുകളിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യണം, ഏതൊക്കെ സ്റ്റോക്കുകളിൽ നമ്മൾക്ക് റിമെയിൻ ഹോൾഡ് ചെയ്യാം എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി അനാലിസിസ് ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ഇനി ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിലെ ഗ്യാസ് സെക്ടറിലെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കാം. അതായത് ഈ സെക്ടറിലെ ഏറ്റവും ലീഡിംഗ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്കായ IGL ഏകദേശം 10% ഹൈക്കാണ് കാണിച്ചത്. അതുപോലെ തന്നെ സെക്കൻഡ് ലീഡിംഗ് കമ്പനി മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ് 14% ഹൈക്ക്, അദാനി ഗ്യാസ് ഏകദേശം 9% ഹൈക്ക്, അതുപോലെ തന്നെ GSPL ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റ് 18% ഹൈക്ക്, ലോങ് ടൈം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ സെക്ടറിലെ കമ്പനിയായിട്ടുള്ള ഗെയിൽ അതിൻ്റെ ഇൻട്രാഡേയിൽ 4% ഹൈക്കാണ് കാണിച്ചത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ സെക്ടറിലെ എല്ലാ കമ്പനികളും വളരെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഇനി അതിൻ്റെ പിന്നിലെ റീസൺ എന്താണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ PNGRB അതായത് പെട്രോൾ ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ് അതിൻ്റെ മുന്നിലുള്ള ചില ഡ്രാഫ്റ്റുകൾക്ക് അല്ലെങ്കിൽ ഇഷ്യൂസിന് സുപ്രധാനമായ ചില തീരുമാനങ്ങളെടുത്തു. ആ തീരുമാനങ്ങളാണ് സ്റ്റോക്കുകളിൽ ഇത്രയും നല്ല ഒരു പ്രൈസ് ഹൈക്ക് ഉണ്ടാക്കിയത്. ഒന്നാമത്തെ തീരുമാനം ഒരു യൂണിഫൈഡ് ഗ്യാസ് ട്രാൻസ്മിഷൻ താരിഫ് സ്ട്രക്ചർ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതായത് ഗ്യാസിൻ്റെ സോഴ്സിൽ നിന്നും അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ബൾക്ക് സ്റ്റോറേജിൽ നിന്നും 300 കിലോമീറ്ററിന് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് ഏകദേശം 20% മുതൽ 30% വരെ ട്രാൻസ്പോർട്ട് ചാർജ് കുറയും എന്നാണ് ഒന്നാമത്തെ തീരുമാനം. ഈ കുറയുന്ന ട്രാൻസ്പോർട്ട് ചാർജ് അല്ലെങ്കിൽ 20% മുതൽ 30% വരെയുള്ള ഡിസ്റ്റൻ്റ് ഏരിയയിൽ 300 കിലോമീറ്ററിന് ഗ്യാസ് സോഴ്സിൽ നിന്ന് 300 കിലോമീറ്ററിന് ദൂരെയുള്ള ഭാഗങ്ങളിൽ ഗ്യാസിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് 20% മുതൽ 30% വരെ കുറയുകയും ഈ 300 കിലോമീറ്ററിന് അകത്തുള്ള അല്ലെങ്കിൽ ഗ്യാസ് സോഴ്സിന് അകത്തുള്ള ഏരിയയിൽ ഈ റേറ്റ് കൂടുകയും 20% മുതൽ 30% വരെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൂട്ടാനുമാണ് PNGRB തീരുമാനിച്ചത്. അതിൻ്റെ പിന്നിലെ റീസൺ എന്തെന്ന് ചോദിച്ചാൽ, അതായത് നാച്ചുറലി സോഴ്സ് ഓഫ് ഗ്യാസ് അല്ലെങ്കിൽ ഗ്യാസിൻ്റെ സോഴ്സ് ഉള്ളിടത്തായിരിക്കും ഏറ്റവും കൂടുതൽ ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ് ലൈൻസും ഒക്കെ ഉണ്ടാക്കുന്നത്. അത് മാറ്റി അല്ലെങ്കിൽ വളരെ ദൂരെയുള്ള ഭാഗത്തേക്കും ഡിസ്ട്രിബ്യൂഷൻ പൈപ്പ് ലൈൻസും അതുപോലെ തന്നെ ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു തീരുമാനമെത്തിയത്. അതുപോലെ തന്നെ മേജറായിട്ട് ഗ്യാസ് സോഴ്സിൽ നിന്നും വളരെ ദൂരെയുള്ള കസ്റ്റമേഴ്സിന് ചീപ്പായിട്ടുള്ള റേറ്റിൽ ഗ്യാസ് അവൈലബിൾ ചെയ്യുന്നതിന് വേണ്ടിയും ഗ്യാസ് ലഭ്യമാകുന്നതിന് വേണ്ടിയും ഈ തീരുമാനം ഉപകാരപ്പെടും എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഇനി ഈ തീരുമാനത്തെക്കുറിച്ച് പ്രമുഖ അനലൈസിംഗ് ഏജൻസികളുടെ ഒപ്പീനിയൻ എന്താണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ കമ്പനിയായ ICICI സെക്യൂരിറ്റീസിൻ്റെ അഭിപ്രായത്തിൽ ഗ്യാസ് ട്രാൻസ്മിഷൻ കമ്പനിയുടെ യൂണിഫൈഡ് താരിഫ് പ്ലാൻ വന്നതുകൊണ്ട് ലോങ് ടൈമിൽ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകും. അങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാകുന്ന ലോങ് ടൈമിൽ ബെനിഫിറ്റും പ്രോഫിറ്റബിലിറ്റിയും ഉണ്ടാകുന്ന രണ്ട് കമ്പനികൾ, ഒന്ന് ഗെയിലും രണ്ടാമത്തെ കമ്പനി GSPL ആണ്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് മറ്റ് കമ്പനികളായ, അതായത് സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളായ ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ്, മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ്, ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ് എന്നീ കമ്പനികളുടെ സ്റ്റോക്കുകളിൽ ഈ 10% ഹൈക്കിൻ്റെ പിന്നിലെ റീസൺ എന്താണ് എന്നതാണ്. അതായത് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് ഫോക്കസ് ചെയ്യുന്നത് ന്യൂഡൽഹി റീജിയനിലാണ്. ന്യൂഡൽഹി റീജിയനിലെ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷനിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു മൊണോപ്പൊളി കമ്പനിയാണ് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ മുംബൈ ബേസ്ഡ് റീജിയനിൽ ഫോക്കസ് ചെയ്യുന്ന കമ്പനിയാണ് MGL അഥവാ മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ്. ഗുജറാത്ത് സ്റ്റേറ്റിൽ ഫോക്കസ് ചെയ്യുന്ന കമ്പനിയാണ് ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ്. ഈ കമ്പനികളെല്ലാം അവരവരുടെ റീജിയനിലെ അല്ലെങ്കിൽ അവരവരുടെ സിറ്റികളിലെ ഒരു മൊണോപ്പൊളി കമ്പനിയാണ്. സിറ്റികളിലെ ഈ കമ്പനിയുടെ മൊണോപ്പൊളി മാറ്റുന്നതിന് വേണ്ടി പ്രമുഖ OMC കമ്പനികൾ, അതായത് ഓയിൽ മൈനിങ് കമ്പനികൾ ഈ പ്രധാനപ്പെട്ട സിറ്റികളിൽ അവരുടെ കംപ്രസർ ഫെസിലിറ്റി സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി PNGRBയുടെ മുന്നിൽ ഒരു ഡ്രാഫ്റ്റ് വെച്ചിരുന്നു. PNGRB ആ ഡ്രാഫ്റ്റിൻ്റെ മുകളിൽ ഒരു സുപ്രധാനമായ തീരുമാനമെടുത്തു. തീരുമാനം ഇതാണ്:
കാരണം സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് PNGRB എടുത്തത്. അത് PNGRBയുടെ തീരുമാനം പ്രകാരം OMC അതായത് ഓയിൽ മൈനിങ് കമ്പനികൾക്ക് ഈ സിറ്റികളിൽ കംപ്രസർ ഫെസിലിറ്റി സെറ്റപ്പ് ചെയ്യുന്നതിന് അനുകൂലമായ ഒരു തീരുമാനം അല്ല, അല്ലെങ്കിൽ PNGRBയുടെ സൈഡിൽ നിന്നും ഒരു സപ്പോർട്ടും കിട്ടുകയില്ല. കൂടാതെ ഇതിന് ആവശ്യമായ സബ്സിഡീസോ അല്ലെങ്കിൽ പെർമിഷൻസോ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഈ ഒരു രീതിയിലുള്ള ഒരു ഡിസിഷൻ എടുത്തത് കൊണ്ടാണ് CGD അതായത് സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളുടെ സ്റ്റോക്കുകളിൽ വളരെ നല്ല ഒരു ഹൈക്ക് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അതായത് ഇതൊരു ഷോർട്ട് ടൈം ഹൈക്കായിട്ട് നമ്മൾക്ക് കൺസിഡർ ചെയ്യാം. ഇത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്, അല്ലെങ്കിൽ ഞാൻ ന്യൂസ് മനസ്സിലാക്കിയതിൽ നിന്നും ഇൻറ്ററപ്റ്റ് ചെയ്യുന്നതിൽ നിന്നുമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഇത് ബേസുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് ഞാൻ ആരെയും സജസ്റ്റ് ചെയ്യാറില്ല. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ അൾട്ടിമേറ്റ് റിസ്കിലാണ്. ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് ഇൻവെസ്റ്റേഴ്സാണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് CGD കമ്പനികളിൽ അവരുടെ ബിസിനസ് ഗ്രോത്തിനെയോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് പ്ലാനിനെയോ അഫക്റ്റ് ചെയ്യുന്ന ഒരു തീരുമാനമല്ല, പകരം കോമ്പറ്റീഷൻ കുറയ്ക്കുക എന്നുള്ളൊരു തീരുമാനമാണ് PNGRB എടുത്തത്. അതുകൊണ്ട് ഈ സ്റ്റോക്കുകളിൽ ഇപ്പോൾ ഉണ്ടായ പ്രൈസ് ഹൈക്ക് ഒരു ഷോർട്ട് ടൈം പ്രൈസ് ഹൈക്ക് ആവാനാണ് സാധ്യത. പക്ഷേ ഡിസ്ട്രിബ്യൂട്ടർ കമ്പനികളായിട്ടുള്ള GAIL, GSPL തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇതൊരു ലോങ് ടൈം പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ഒരു ലോങ് ടൈം റിലീഫ് ആകാനാണ് സാധ്യത. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഗ്യാസ് സെക്ടറിലെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒന്നാമത്തെ സ്റ്റോക്കായ IGLൻ്റെ മന്ത്ലി ചാർട്ട് പാറ്റേൺ ആണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സ്റ്റോക്കിൻ്റെ മന്ത്ലി ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈ റീജിയനിലേക്ക് എത്തി എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. അതായത് 500 മുതൽ 525 വരെയുള്ള റീജിയൻ സ്റ്റോക്കിൻ്റെ ഒരു ഹൈ റെസിസ്റ്റൻസ് റീജിയനാണ്. ഈ റീജിയനിൽ മുമ്പും സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ട്. പ്രീവിയസ് മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഏകദേശം 4 പ്രാവശ്യം സ്റ്റോക്ക് ഈ റേഞ്ചിൽ നിന്നും കൂൾ ഓഫ് ആയിട്ടുണ്ട്. ഈ ഒരു പോസിബിലിറ്റി ഇനി വരുന്ന സമയത്തും സംഭവിക്കാം. അതുകൊണ്ട് സ്വിംഗ് ആൻഡ് ഷോർട്ട് ടൈം പർപ്പസിന് വേണ്ടി സ്റ്റോക്കിൽ ട്രേഡ് എടുക്കുന്നവർക്ക് ഇതൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്യാവുന്ന ഒരു ടൈമാണ്. കാരണം ഡെയിലി ചാർട്ട് പാറ്റേണിൽ നമ്മൾ RSI നോക്കുകയാണെങ്കിലും മണി ഫ്ലോ ഇൻഡെക്സ് MFI നോക്കുകയാണെങ്കിലും സ്റ്റോക്ക് അതിൻ്റെ ഓവർബോട്ട് സോണിൽ എത്തിയതായിട്ട് നമ്മൾക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ഒരു പ്രൈസ് ബേസ്ഡ് മൊമെൻറ്റം കിട്ടുമ്പോൾ ഒരുപാട് പേര് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗ്രാജുവലി സ്റ്റോക്കിൽ ഒരു കൂൾ ഓഫ് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇൻട്രപ്ഷനാണ്. ഇനി സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാം എന്ന് പറയുന്നതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്ന് സ്റ്റോക്കിൻ്റെ വാല്യുവേഷനാണ്. അതായത് ഗ്യാസ് സെക്ടറിലെ ഈ സ്റ്റോക്ക് ഒരു പ്രീമിയം വാല്യുവേഷൻ അല്ലെങ്കിൽ ഒരു ഹെവി വാല്യുവേഷൻ കമ്പനിയാണ്. ഇൻഡസ്ട്രിയുടെ വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ വളരെ കൂടുതലാണ്. അതുപോലെ PB റേഷ്യോ നോക്കുകയാണെങ്കിലും അതും വളരെ ഹയറാണ്. കൂടാതെ ലോങ് ടൈം ആയിട്ട് ഈ സ്റ്റോക്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് പോർട്ട്ഫോളിയോ ബേസ് അല്ലെങ്കിൽ ലോങ് ടൈം ഹോൾഡ് ചെയ്യുന്നവർക്ക് നല്ല റിട്ടേൺ കൊടുത്ത ഒരു സ്റ്റോക്കാണ്. അതായത് എൻ്റയർ ഗ്യാസ് സെക്ടർ -4% നെഗറ്റീവ് റിട്ടേൺ കൊടുത്തപ്പോൾ IGL ഏകദേശം 50% പോസിറ്റീവ് റിട്ടേൺ ആണ് ഇയർ ഓൺ ഇയർ ബേസിൽ കൊടുത്തത്. ലോങ് ഇയർ 3 ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും വളരെ നല്ല രീതിയിൽ വെൽത്ത് ജനറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പിന്നീട് ഈ കമ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട ഡീമെറിറ്റ് ഡിവിഡൻഡ് ഈൽഡ് വളരെ കുറവാണ്. അതായത് വളരെ നെഗ്ലിജിബിൾ 0.34 അല്ലെങ്കിൽ 0.5 റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ് ഈൽഡ് കൊടുക്കുന്ന കമ്പനിയാണ്. നമ്മൾ ഗ്യാസ് സെക്ടറിലെ മറ്റ് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ MGL അതുപോലെ തന്നെ എൻ്റയർ ഗ്യാസ് സെക്ടറിലെ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഡിവിഡൻഡ് ഈൽഡ് കൂടുതലാണ്. ഓവറാൾ നോക്കുകയാണെങ്കിൽ ലോങ് ടൈം പൊസിഷൻ എടുത്തവർക്ക് അല്ലെങ്കിൽ ലോങ് ടൈം സ്ട്രാറ്റജിയിൽ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർക്ക് ഈ സ്റ്റോക്ക് കണ്ടിന്യൂ ചെയ്യണം. അതുപോലെ തന്നെ ഷോർട്ട് ടൈം പൊസിഷൻ എടുത്തവർക്ക് അല്ലെങ്കിൽ 20 മന്ത് എക്സ്പെൻഷ്യൽ മൂവിങ് ആവറേജ് ബേസിൽ, അതായത് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ 395 മുതൽ 400 രൂപ വരെയുള്ള റേഞ്ചിൽ 390 മുതൽ 400 രൂപ വരെയുള്ള റേഞ്ചിൽ ഷോർട്ട് ടൈം അല്ലെങ്കിൽ സ്വിംഗ് സ്ട്രാറ്റജി ബേസിൽ സ്റ്റോക്കിൽ പൊസിഷൻ എടുത്തവർക്ക് ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്ന ഒരു സമയമാണ് എന്ന് നമ്മൾക്ക് പറയാം. ഇനി രണ്ടാമത്തെ സ്റ്റോക്കായ MGL അഥവാ മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് നോക്കാം. സ്റ്റോക്കിൻ്റെ മന്ത്ലി ചാർട്ട് പാറ്റേൺ ആണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് 1250 റേഞ്ച് ആയിരിക്കും. അതായത് ഈ സ്റ്റോക്ക് ഇപ്പോൾ അതിൻ്റെ 1100 രൂപ റേഞ്ചിൽ ഈ സ്റ്റോക്കിൽ നല്ലൊരു റെസിസ്റ്റൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്കിൽ ഒബിയസ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാം. കാരണം മണി ഫ്ലോ ഇൻഡെക്സും അതുപോലെ തന്നെ RSIയും കൂടാതെ ബോളഞ്ചിയർ ബാൻഡും പറയുന്നത് സ്റ്റോക്ക് ഓവർബോട്ട് സോണിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം അല്പം ലോങ് ടൈം ബുള്ളിഷാണ് ഞാൻ. അതിൻ്റെ പിന്നിലെ റീസൺ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് എനിക്ക് എൻ്റെ ഡിവിഡൻഡ് ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജിയിൽ പെർഫെക്റ്റ് ആയിട്ട് സ്യൂട്ട് ആകുന്ന ഒരു സ്റ്റോക്കാണ്. കാരണം നല്ലൊരു ഡിവിഡൻഡ് തരുന്ന സ്റ്റോക്കാണ്. അതുകൂടാതെ തന്നെ ഈ സ്റ്റോക്ക്
മറ്റൊരു പ്രത്യേകത സ്റ്റോക്കിൻ്റെ വാല്യുവേഷനാണ്. അതായത് സ്റ്റോക്ക് ഇപ്പോഴും അണ്ടർ വാല്യുവേഷനാണ്. 1100 രൂപ റേഞ്ചിലും ഈ സ്റ്റോക്ക് അണ്ടർ വാല്യുവേഷനാണ്. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ഫാക്റ്റാണ്. ഈ രണ്ട് റീസൺ കൊണ്ട് ഈ സ്റ്റോക്കിൽ ഞാൻ ഇമ്മീഡിയറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം പക്ഷേ ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡേഴ്സ് അവർക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. കാരണം 1100 രൂപ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് തന്നെയാണ്. ആ റെസിസ്റ്റൻസിൽ നിന്നും ഒരു ബ്രേക്കൗട്ട് അല്ലെങ്കിൽ ഒരു അപ്പർ ബ്രേക്കൗട്ട് ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ഈ സ്റ്റോക്കിൽ വളരെ നെക്സ്റ്റ് സീലിംഗ് ഹൈറ്റ് ആയിട്ടുള്ള 1250 എന്ന സീലിംഗ് ഹൈറ്റിലേക്ക് പോകാനുള്ളൊരു സാധ്യത കൂടുതലുള്ളൂ. ഓവറോൾ നോക്കുകയാണെങ്കിൽ ലോങ് ടൈം പൊസിഷൻ എടുത്തവർക്ക് ഈ സ്റ്റോക്കിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ്. കാരണം നല്ല ഡിവിഡൻഡ് ഈൽഡും അതുപോലെ തന്നെ ഗ്രോത്തും ഉള്ള സ്റ്റോക്ക് ആയതുകൊണ്ട് നമ്മൾക്ക് ലോങ് ടൈമിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ കിട്ടിയ ന്യൂസിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ട ന്യൂസിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ CGD അതായത് സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾക്കും അത്ര വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് അല്ല. പകരം ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ അതായത് GSPL അതുപോലെ തന്നെ ഗുജറാത്ത് ഗ്യാസ് പെട്രോനെറ്റ് പോലുള്ള കമ്പനികൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ് നമ്മൾ കണ്ടത്. ഓവറാൾ ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ചുള്ള ഫൈനൽ ഡിസിഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റേതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.